നിലവാരത്തിലുള്ള ഭക്തിഗാനങ്ങൾ ഞാൻ പാടാൻ ഇഷ്ടപ്പെടാറില്ല. അത് കഴിയുന്നതും പരിപാടികളിൽ അത് ഒഴിവാക്കുകയാണ് പതിവ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ഭാരവാഹിത്വമുണ്ടല്ലോ. ആ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സാഹിത്യപരവും സംഗീതപരവും കലാപരവുമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എന്താണ്? അത്തരം കാഴ്ചപ്പാടുകൾ ഒരു സംഗീത ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ടോ? ഇല്ല, അത് വ്യക്തിപരമായ ചില ചിന്തകൾ, ആ ചിന്തകളിൽ വരുന്ന പരിണാമങ്ങൾ മാത്രം അതിൽ നിൽക്കുന്നതാണ്, ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നതാണ്. അത് സംഗീതമായിട്ട് ഞാൻ പലപ്പോഴും കൂട്ടിക്കലർത്താറില്ല. പലപ്പോഴും സാഹിത്യത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ പണ്ടൊക്കെ പുരോഗമന കലാസാഹിത്യ സംഘക്കാർക്ക് ഒരു ശാഠ്യങ്ങളുണ്ടായിരുന്നു, സാമൂഹ്യ പ്രതിബദ്ധതയെ സംബന്ധിച്ചൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് സംഗീതത്തിൽ വരുമ്പോഴത്തേക്കും അവരുടെ പ്രത്യേകിച്ച് നമ്മുടെ സ്വരലയ പോലുള്ള സംഗതികളിലൊക്കെ അതിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. വ്യത്യാസമുണ്ട്. കാരണം അവരുടെ പ്രസ്ഥാനത്തിന്റെ കാരണം അവരുടെ പ്രസ്ഥാനത്തിലുള്ളതും അവരുടെ ചില സിദ്ധാന്തങ്ങൾക്കും അത് ചിലപ്പോൾ എതിരാണെന്നുള്ള ചിലപ്പോൾ അത് ഒരു ദുഷ്പ്രചാരണമായിരിക്കാം എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അങ്ങനെ ഒരു ഇസത്തിലും അങ്ങനെ സംഗീതത്തിന് എതിരായിട്ട് പറഞ്ഞിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഇതേപോലെ തന്നെ പല മതങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. ചില മതങ്ങൾ പ്രത്യക്ഷമായിട്ട് സംഗീതത്തിന് വിരുദ്ധമായിട്ടുള്ള ചില മതങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ആസ്വാദ്യത എല്ലാവരിലും ഉണ്ട്. അത് ഏത് പ്രസ്ഥാനത്തിലാണെങ്കിലും ശരി, ആ നിലകൊള്ളുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണെങ്കിലും ശരി, ഇതുപോലെ തന്നെയുള്ള പുരോഗമന കലാസാഹിത്യ സംഘം പോലുള്ള എന്ത് പ്രസ്ഥാനത്തിലാണെങ്കിലും മനുഷ്യന്റെ ആസ്വാദ്യത, ആ സംഗീതമായിട്ടുള്ള ആ അഭിരുചി, അഫിനിറ്റി എന്നൊക്കെ പറയുന്നത് പ്രത്യയശാസ്ത്രപരമായ ശാഠ്യങ്ങൾക്കൊക്കെ അപ്പുറത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പ്രത്യയശാസ്ത്രങ്ങൾ നോക്കിയാൽ ചിലപ്പോൾ സംഗീതം ആലപിക്കാൻ കഴിയാതെ വരും ചിലപ്പോൾ. അപ്പൊ ഏറ്റവും വലിയ പുരോഗമന ചിന്തയുള്ള പലരും ഈ സംഗീതജ്ഞന്മാർ തന്നെയാണ്. അപ്പൊ അത് രണ്ടും കൂടിയും ബന്ധപ്പെടുത്താറില്ല. എന്താണ് ഇപ്പോ പൂക്കാസയുടെ ഭാരവാഹിത്വം? ഞാൻ സംസ്ഥാന ജില്ലാ ഭാരവാഹിയായിട്ട് ഉണ്ടായിരുന്നു. ജില്ലാ കമ്മിറ്റിയെ ആണ് പ്രവർത്തിക്കുന്നത്. അവരുടെ പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. കലാരംഗത്ത് തന്നെ മറ്റെന്തെല്ലാം സംഭാവനകളാണ് താങ്കളുടേതായിട്ട് പറയാനുള്ളത്? സംഗീത സംവിധാന രംഗത്തിലേക്ക് എനിക്ക് ആദ്യമായിട്ട് ഒരു അനുഭവം ഈ തുഞ്ചത്ത് ആചാര്യൻ എന്ന് പറയുന്ന ഒരു ടെലിഫിലിം, അത് 17 എപ്പിസോഡ് വരുന്ന ടെലിഫിലിം, അതിൽ സംഗീതം കൊടുക്കുവാനുള്ള ഒരു അഭ്യർത്ഥന ഉണ്ടായി. അതൊരു വെല്ലുവിളി എന്നോളം ഞാൻ ഏറ്റെടുത്തു. കാരണം അതിൽ ഈ ശാസ്ത്രീയ സംഗീതത്തിന്റെ അതിപ്രസരം തന്നെ വരുന്നുണ്ട്. കാരണം ഒരുപാട് എനിക്ക് അതിന് റിസർച്ച്, അതായത് ഗവേഷണം ചെയ്യേണ്ടി വന്നു. അത് ഈ രാമായണം, മഹാഭാരതം, അതുപോലെ വേദങ്ങള്, ഉപനിഷത്തുകള്, ഹരിനാമകീർത്തനം, ഇങ്ങനെയുള്ള എഴുത്തച്ഛൻ്റെതായിട്ടുള്ള കൃതികൾ, പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് കൃതികൾ, ഈ കൃതികളിൽ 500 വർഷം പഴക്കമുള്ള ആ രാഗങ്ങളെ കുറിച്ചിട്ടുള്ള ഗവേഷണം. അപ്പോൾ സാക്ഷാൽ തുഞ്ചത്താചാര്യൻ തന്നെ സംഗീതം പഠിക്കുന്ന ഒരു രംഗമുണ്ട് അതില്. അപ്പൊ അന്ന് ആ കാലത്ത് നിലവിലുണ്ടായിരുന്ന രാഗം ഉണ്ടായിരുന്നു, അന്ന് ഈ ത്രിമൂർത്തികൾ, ത്യാഗരാജസ്വാമികളും ഒക്കെ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിക്കുന്നത്. അപ്പോൾ അന്ന് പഠിപ്പിക്കേണ്ട കീർത്തനം ആരുടേതായിരിക്കണം? അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഊന്നിക്കൊണ്ടായിരിക്കുക അതാണ് ഞാൻ ചെയ്തിരുന്നത്. പക്ഷെ അത് വളരെ ജനമധ്യത്തിൽ വളരെ സ്വീകരിക്കപ്പെട്ട ഒരു ഇതാണെന്ന് തോന്നുന്നു. എനിക്ക് വളരെ പ്രോത്സാഹനങ്ങളും കിട്ടിയിരുന്നു. മുമ്പ് അതിനുകൊണ്ട് നങ്ങിയമ്മക്കുട്ടി ടെലിഫിലിമായപ്പോഴും ഇങ്ങനെ സംഗീതാത്മകമായി നങ്ങിയമ്മക്കുട്ടിയുടെ ആ കവിത സംഗീതം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള മണ്ണൂർ രാജകുമാരനുണ്ണി, അദ്ദേഹമാണ് അത് സംഗീതം ചെയ്തത്. അതിന് പൊതുവെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. മരിച്ചുപോയ എളുപ്പമണ്ണ മഹാകവിക്ക് അടക്കം ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. അദ്ദേഹം ആ പ്രത്യേക കവിത ഗായത്രം എന്ന ഒരു വൃത്തത്തിലാണ് എഴുതിയിരുന്നത്. ഈ ഗായത്രം വൃത്തത്തിൽ കവിത എഴുതാൻ തന്നെ കാരണം അത് സംഗീതാത്മകമായിട്ട് ആരും ആലോചിക്കരുത്, സംഗീതജ്ഞന്മാർ അതിൽ കൈവയ്ക്കരുത് എന്നുള്ള അഭിപ്രായത്തിലാണ് അദ്ദേഹം നിന്നിരുന്നത്. പക്ഷേ ഞങ്ങളതിന് ആ എന്താ പറയുക വിശ്വാസത്തിന് ഞങ്ങള് ഉടക്കിയാണ് ചെയ്തത്. കാരണം ഒരു കടുത്ത യാഥാർത്ഥ്യത്തിന്റെ വശമാണ് അതിനകത്ത് ചിത്രീകരിക്കപ്പെടുന്നതായിരിക്കാം. അദ്ദേഹത്തിന് എന്താ വെച്ചാൽ അദ്ദേഹത്തിന് മഹാകവിയായിട്ട് ഞാൻ വളരെ അടുത്ത ഇടപഴകാനുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ കവിതയിൽ സംഗീതം ഋതു എന്നുള്ള ഒരു ചിന്തക്കാരനായ പ്രമേയം കൊണ്ട് തന്നെ ഇത് വ്യത്യസ്തമാണല്ലോ. അതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് മൊത്തം എല്ലാ കവിതകളെ കുറിച്ചുള്ള സമീപനമായിരുന്നു. അപ്പൊ കവിത ആലപിക്കാൻ പാടില്ല, സംഗീതാത്മകമായി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് എഴുതിയെന്ന് എന്നോട് പറയുകയുണ്ടായിരിക്കില്ലേ. പക്ഷെ ഞങ്ങൾ അതിനെ വിപരീതമായിട്ട് അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം 30ഓളം ശാസ്ത്രീയ രാഗങ്ങളിൽ
ആദ്യം മുതൽ അവസാനം വരെയും ശാസ്ത്രീയ രാഗം മാത്രം. അത് ഇടയ്ക്കയും ഫ്ലൂട്ടും അന്നത്തെ കീബോർഡ് എന്നുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് വളരെ ഗംഭീരമായിട്ട് തന്നെ ഞങ്ങൾ സംഗീതാത്മകമായിട്ട് തന്നെ ഞങ്ങൾ അവതരിപ്പിച്ചു. കവിയുടെ പ്രതികരണം എന്തായിരുന്നു? കവി ഒന്നും അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല. അദ്ദേഹം ഞങ്ങളെ അനുമോദിക്കുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തിന്റെ വിചാരത്തിന് ഞങ്ങൾ മറികടന്നാണ് ഞങ്ങൾ ഇത് ചെയ്തത്. പക്ഷെ ഇത് അദ്ദേഹം കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഇതേപോലെ ഇനി ഒന്നുകൂടി ചെയ്യണം എന്നാണ് പറഞ്ഞത്. കാരണം അത്രത്തോളം അത് അദ്ദേഹം ആസ്വദിക്കുകയുണ്ടായി. റെയിൽവേയിൽ നിന്ന് VRS എടുത്തിട്ട് നേരത്തെ റിട്ടയർമെന്റ് വാങ്ങി വരികയാണല്ലോ. ഇത് ചെയ്യുമ്പോൾ സംഗീത ലോകത്ത് കൂടുതൽ ഗവേഷണങ്ങളും കൂടുതൽ പ്രവർത്തനങ്ങളും താല്പര്യമാക്കിക്കൊണ്ടായിരിക്കുമല്ലോ അത് വിട്ടിട്ടുണ്ടാവുക. അതിനുശേഷം എന്തെല്ലാം ഗവേഷണപരമായി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രത്യേകിച്ചും എനിക്ക് ഒരുപാട് ഈ രാഗങ്ങളെക്കുറിച്ചും സംശയങ്ങളുണ്ടായിരുന്നു. അത് ഒരുപാട് ഗുരുനാഥന്മാരെ കാണാനുണ്ടായിരുന്നു. അതിന് നല്ലൊരു അവസരം. കാരണം അത് ഉദ്യോഗത്തിലിരിക്കുമ്പോൾ കഴിയാത്തൊരു കാര്യമാണ്. എന്ന് മാത്രമല്ല ഒരുപാട് കീർത്തനങ്ങൾ എനിക്ക് പഠിക്കാൻ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പഠിക്കാനുള്ളൊരു അവസരം, ഒരുപാട് സംഗീതജ്ഞന്മാരുമായിട്ട് ഇടപഴകാനുള്ള ഒരു അവസരം. അതേപോലെ ഇതിൻ്റെ ഈ എന്താ പറയുക പ്രായോഗിക വശങ്ങളിൽ, അതായത് അപ്ലൈഡ് ഫോംസ് എന്ന് പറയും. സംഗീതത്തിൻ്റെ തന്നെ അപ്ലൈഡ് ഫോംസ് ഉണ്ട്. അപ്പോൾ ഈ സോപാന സംഗീതം, അതേപോലെ നാടൻ പാട്ടുകൾ, നേരത്തെ പറഞ്ഞ പോലുള്ള കവിതകൾ, ലളിതഗാനങ്ങൾ, ഇതിലൊക്കെ എത്രത്തോളം ഇതിന്റെ സ്വാധീനമുണ്ട്. ഞാൻ പഠിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഉപാസന ചെയ്യുന്ന ഈ ശാസ്ത്രീയ സംഗീതം അതിൽ എത്രത്തോളം കൊണ്ടുചെല്ലാൻ കഴിയും, അതിൽ നിന്ന് എനിക്ക് എന്ത് ആസ്വദിക്കാൻ കഴിയും, ആ ആസ്വദിക്കാൻ ഞാൻ എടുത്തിട്ട് ജനങ്ങൾക്ക് എന്ത് കൊടുക്കാൻ കഴിയും, അതായിരുന്നു എന്റെ ചിന്ത. ഈ പലപ്പോഴും ക്ലാസിക്കൽ വഴിക്ക് പോകുന്നവർക്ക് നാടൻ പാട്ടോ അല്ലെങ്കിൽ അത്തരം പിന്നെ നാടോടി ശീലുകളോടും അതുപോലെ തന്നെ ലളിതമായ മറ്റു വഴികളോടും പൊതുവെ അത്ര താല്പര്യം പ്രകടിപ്പിച്ച് കാണാറില്ല. താങ്കൾ നാടൻ പാട്ടുകൾ പോലും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നറിയാം. ഇത് തമ്മിലുള്ള ഒരു ബന്ധം എങ്ങനെയാണ് മനസ്സിലായത്? അതായത് കൂടുതൽ ഈ ശാസ്ത്രീയ സംഗീതത്തിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാൻ ഇതിന്റെ എന്താ പറയുക ഈ പ്രഭവ കേന്ദ്രങ്ങൾ അന്വേഷിച്ച് പണ്ടേ ഒരു യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ലഭ്യമായിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും ഞാനത് തേടി എടുത്ത് അവസാനം ചെന്നെത്തിയത് ഈ ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്ന അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതത്തിന്റെ ലോകത്തിൽ ഞാനൊരു വിദ്യാർത്ഥിയാണ്. എൻ്റെ ഗുരുനാഥന്മാരും എല്ലാം ചെയ്തു വരുന്ന ഈ പാരമ്പര്യമായി പാടി വരുന്ന എല്ലാ രാഗങ്ങളുടെയും ഉറവിടം, മിക്കവാറും എല്ലാ രാഗങ്ങളും വളരെ വിരലെണ്ണാവുന്ന ചുരുങ്ങിയ ചില രാഗങ്ങൾ മാത്രം, അത് പല പ്രശസ്തരായിട്ടുള്ള ഇപ്പോൾ പുതുതായിട്ട് കണ്ടുപിടിച്ച രാഗങ്ങൾ ഒഴികെ ബാക്കി എല്ലാത്തിൻ്റെയും പ്രഭവ കേന്ദ്രം ഈ നാടൻ പാട്ടുകളാണെന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് പാടി വരുന്ന പല രാഗങ്ങളും ഫോക്ലോർ ഒരുപാട് പഠന സാധ്യതകളല്ല. ശാസ്ത്രീയ സംഗീതം പോലെയും അല്ലെങ്കിൽ സംസ്കൃത ഭാഷ പോലെയും വളരെ പഠന സാധ്യതകളുള്ള വലിയൊരു സാഗരമാണെന്ന് പിന്നീട് മനസ്സിലായി. കാരണം ആ രാഗങ്ങൾ നീലാംബരിയോ അല്ലെങ്കിൽ കുറിഞ്ചിയോ അതുപോലെ ഭൈരവി ഇങ്ങനെയുള്ള എല്ലാ രാഗങ്ങളും, അത് സിന്ധു ഭൈരവി, അതുപോലെ ഇന്ന് പാടി വരുന്ന കുന്തളവരാളി എന്ന രാഗം, കാമ്പോജി എന്ന രാഗം, ഇതിന്റെയൊക്കെ നേരത്തെ ഛായകൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഏറ്റവും പ്രാകൃതമായ രൂപത്തിൽ അവർ പാടിക്കൊണ്ടുവന്നിരുന്നു. പ്രത്യേകിച്ചും പാണന്മാരുടെ സംഗീതം. പാണൻ എന്ന് പറയുമ്പോൾ തന്നെ അത് പൺ എന്നാണ് തമിഴിലെ രാഗത്തിന് പൺ എന്നാണ് പറയുന്നത്. പൺ പാടുന്നവനാണ് പാണൻ. അപ്പൊ അവന്റെ പാട്ടുകളിൽ ആയിരക്കണക്കിനുള്ള പാട്ടുകളിൽ ആയിരക്കണക്കിന് ശാസ്ത്രീയ സംഗീതത്തിന്റെ നേരിടവുകൾ ഉണ്ട്. അതായത് അത് പ്രഭവ കേന്ദ്രം എന്ന് പറയാം. പക്ഷെ അവർക്ക് അതിന്റെ അവരോഹണം ശാസ്ത്രീയമായിട്ട് അറിഞ്ഞുകൂടാൻ മാത്രമേ അറിയില്ല. അപ്പൊ പുള്ളിയന്മാര് പാടുന്ന പാട്ടിലൊക്കെ, നാവൂറ് പാട്ടിലൊക്കെ ദേവഗാന്ധാരി രാഗമുണ്ട്, കാമ്പോജി രാഗമുണ്ട്. അവർ പാടുന്ന സർപ്പപ്പാട്ടുകളിൽ കുണ്ടളവരാളി രാഗമുണ്ട്. അപ്പൊ ഇതുപോലെ രാഗങ്ങളുടെയൊക്കെ ആ ശരിയായിട്ടുള്ള ആഹിരി എന്ന് പറഞ്ഞ രാഗമുണ്ട്. അതുപോലെ പാമ്പാട്ടികൾ മകുടിയിൽ എഴുതുന്ന രാഗം, ഇന്നും ശാസ്ത്രീയ സംഗീതത്തിലും കഥകളിലുള്ള പുന്നാഗവരാളി എന്ന് പറഞ്ഞ രാഗം. അപ്പൊ എനിക്കത് വളരെ താല്പര്യമായിട്ട് തോന്നി. കാരണം നമ്മൾ ഈ പാടി വരുന്ന ഈ ശാസ്ത്രീയത്തിൽ പഠിച്ച് പാടിക്കൊണ്ടുവരുന്ന എല്ലാ രാഗങ്ങളുടെയും പ്രഭവ കേന്ദ്രം അതാണ്. അപ്പൊ അതാണ് എനിക്ക് കൂടുതൽ അതിനോട് തോന്നാനുള്ള കാരണം. ഇപ്പോൾ ഒരു സംഗീത വിദ്യാർത്ഥി തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്? സംഗീത വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് പഠിക്കുക. ശാസ്ത്രീയ സംഗീതത്തിൽ എവിടെയും നമ്മൾ എത്തിയിട്ടില്ല. എത്രയോ നമ്മൾ ഇനിയും മുന്നിൽ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് ഇനിയുള്ള ജീവിതം എപ്പോഴും ഞാൻ നാളെ പറ്റി ചിന്തിക്കുമ്പോഴാണ് ഇനിയുള്ള ജീവിതം. നാളെ അതായത് സൂര്യൻ ഉദിക്കുന്ന മുമ്പ് എനിക്ക് എന്ത് കിട്ടും? അതായത് ഒരു കീർത്തനമെങ്കിൽ ഒരു കീർത്തനം, അല്ലെങ്കിൽ ഒരു പുതിയ രാഗമെങ്കിൽ ഒരു പുതിയ രാഗം പഠിക്കാൻ കഴിയണം. ആ ഒരു മനസ്സിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
അതേസമയത്ത് കുട്ടികൾക്ക് ഞാൻ പഠിച്ചതുണ്ട് അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിൽ യാതൊരു ജാതിയോ മതമോ അങ്ങനെയുള്ള ഒരു ചിന്തയോ